ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്ക് എന്താണെന്നുണ്ടാവില്ലേ? ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ജാസ്മിൻ ബഡ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു മേക്കിംഗ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ഇന്നത്തെ വർക്ക്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതിൽ രണ്ട് രീതിയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ, ഇത് എങ്ങനെയാണ് മേക്ക് ചെയ്തെടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഓരോ വീഡിയോസിലും അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കില്ലേ, ആ ലൈക്കിൻ്റെ ബട്ടൺ ഒന്ന് അടിക്കാൻ മറക്കണ്ട കേട്ടോ. എന്നിട്ട് നിങ്ങൾ ബാക്കിയും കൂടി കണ്ടു തുടങ്ങാം. അപ്പം നമ്മൾ തൊട്ട് മുമ്പ് ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, ഹെവി ആയിട്ടൊരു എയർ ക്രോച്ചിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്ത ഒരുപാട് ആളുകളുണ്ടാവും അല്ലേ. അപ്പോൾ കാണാത്ത ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ അതിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഏകദേശം അതേ ഒരു സെയിം മെത്തേഡിലാണ്, പക്ഷേ എങ്കിലും അത് നമ്മൾ ചെയ്തിട്ടുള്ളത് ഫോം ഫ്ലവറിൻ്റെ ബഞ്ച് ഉപയോഗിച്ചിട്ടാണ്. ഇത് നമ്മൾ ചെയ്യുന്നത് ജാസ്മിൻ ബഡ്സ് ഉപയോഗിച്ചിട്ടാണെന്ന് മാത്രം. പക്ഷേ ഫോം ഫ്ലവറിൻ്റെ ബഞ്ചും ജാസ്മിൻ ബഡ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, അത് ആ ഒരു ബഞ്ചിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക ത്രെഡ് കൂടി അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും വരിക അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ വർക്ക് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ കഴിയും. പക്ഷേ നമ്മളുടെ ഈ ഒരു ജാസ്മിൻ ബഡ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഇത് നമ്മൾ അതിലോട്ട് ഇപ്പോൾ ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്ന കമ്പി ഉണ്ടല്ലോ, ഗിയർ വയറിൻ്റെ, അത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു വർക്കിൽ കറക്റ്റായിട്ട് ഞാൻ പറയുന്നുണ്ട്, ആ ഒരു വർക്കിലും അത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. 6 ലെയറായിട്ട് എടുത്തിട്ടുണ്ട്. 6 ലെയർ എടുക്കാൻ കാരണം അത് ഇത്തിരി കനം കുറഞ്ഞതായതുകൊണ്ടാണ് കേട്ടോ. കനമുള്ളതാണെന്നുണ്ടെങ്കിൽ ഒറ്റ ലെയറിലൊക്കെ മതിയായിരിക്കും. അത്യാവശ്യം കട്ടിയോട് കൂടിയിട്ടും പല സൈസിൽ വരുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, 4 mm, അതുപോലെ 5 mm, അങ്ങനെ പല സൈസിലും വരുന്നുണ്ട്. ഇത് എത്രയെന്ന് അറിയില്ല. ഇത് വളരെ തിന്നായിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 6 ലെയർ എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുക. എന്നതിന് ശേഷം നമ്മളുടെ ഗ്രീൻ ടാപ്പ് വെച്ചിട്ട് നമ്മളൊന്ന് മൊത്തത്തിലൊന്ന് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ വീഡിയോസിൽ കാണുന്നത് പോലെയൊക്കെ ചെയ്യുക കേട്ടോ. വളരെ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഫൈനലിലോട്ട് വരുമ്പോൾ നിങ്ങൾ വീഡിയോസിൽ കാണുന്ന അതേ റിസൾട്ടായിരിക്കും നിങ്ങൾക്കുണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരുപാട് ആളുകളുണ്ട് അല്ലേ, ആഘോഷങ്ങൾ. ഇപ്പോൾ നമുക്ക് തൊട്ടടുത്ത് വരുന്ന ആഘോഷമാണ് ഓണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഓണത്തിന് നിങ്ങൾ ഇതുപോലെ അതിൻ്റെ മുമ്പായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ഒരു വരുമാനം ഉണ്ടാക്കാനും കഴിയും. അതുപോലെ നമുക്ക് സ്വയമായിട്ട് എന്താ പറയുക യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾ എന്താ പറയുക അതിൻ്റേതായിട്ടുള്ള ഫിനിഷിങ്ങോട് കൂടിയിട്ടൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ വീട്ടിലിരുന്ന് ഈ ഒരു ഓണത്തിൻ്റെ ഒരു ടൈമിൽ നല്ലൊരു രീതിയിലൊരു ബിസിനസ്സാക്കി ഇത് എടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു വീട്ടിലേക്ക് 5 ആളുകളുണ്ടെങ്കിൽ നമ്മൾ ഒറിജിനൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മൾ തൊട്ട് മുമ്പ് ഇതിന് മക്കൾക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു എന്താ പറയുക മുഴന്ന് അങ്ങനെ എന്തോന്ന് പറയും തോന്നുന്നു. അതിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 50 രൂപയാണ് കേട്ടോ. നമ്മളിവിടെ ഒരു എന്താ പറയുക ആൾ കൊണ്ടുവന്നിരുന്ന, അപ്പോൾ അതിന് വന്നിട്ടുള്ള റേറ്റ് 50 രൂപ. 50 രൂപയ്ക്ക് വാങ്ങുന്നതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മളുടെ ഒരു കൈയിൻ്റെ വിരൽ മുതൽ നമ്മളുടെ കൈയിൻ്റെ കണ്ണി വരെ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് തോന്നുന്നത്. അത്രയൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ എങ്കിലും അത് എന്താ പറയുക, നമ്മൾ 1 മണിക്കൂർ മര്യാദക്ക് നമുക്ക് ചൂടാൻ കഴിയില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ആഘോഷങ്ങൾ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അതെല്ലാം വാടി നശിച്ച് പോയിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണല്ലേ, അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ ഇതുപോലെ നിങ്ങൾ വാങ്ങുക. ഇപ്പോൾ ഓണമൊക്കെ വർഷത്തിൽ ഒരിക്കലാണ് നമുക്ക് വരുന്ന ആഘോഷമാണ് ഓണം. അതുപോലെ ഈദ് കാര്യങ്ങളൊക്കെ വർഷത്തിൽ ഒരിക്കൽ വരുന്ന സംഭവമാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരുപാട് ആഘോഷങ്ങൾ നമുക്ക് വരുന്നുണ്ട്. കാരണം ഇപ്പോൾ ഹിന്ദുസിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓരോ പ്രോഗ്രാം കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ തിരുവാതിര അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ അവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റംസും കൂടിയാണ്. ആ ഒരു ടൈമിലൊക്കെ ഫ്ലവർ അന്വേഷിച്ച് പോവുക, ഒറിജിനലായിട്ടുള്ള ഫ്ലവർ അന്വേഷിച്ച് പോവുക എന്നുള്ളത് ഇത്തിരി ടാസ്ക്കുള്ള സംഭവമായിരിക്കില്ലേ. ചില ആളുകൾക്ക് പെട്ടെന്നായിരിക്കും ഓരോ ഫംഗ്ഷന് കാര്യങ്ങളിലൊക്കെ വർക്ക് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെയൊക്കെ തലേ ദിവസമൊക്കെ പോയി ഇടി പിടിച്ചിട്ടൊക്കെ വാങ്ങുന്നതിലും നല്ലത് ഇതുപോലെ ഒന്ന് നമ്മൾ വീട്ടിൽ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും കേട്ടോ. അതുപോലെ കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീട്ടിൽ പ്രത്യേകിച്ചും യൂസ്ഫുൾ ആവുന്ന ഒരു ഐറ്റം കൂടിയാണ് ഇത്. വലിയ ആളുകൾക്കും കുഞ്ഞു മക്കൾക്കൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളുടെ അളവിൽ ഇത്തിരി മാറ്റം വരുത്തിയാൽ മാത്രം മതി കേട്ടോ. അപ്പം കുഞ്ഞു മക്കളെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, അവർ സ്കൂളിൽ കലോത്സവം കാര്യങ്ങളൊക്കെ വരുമ്പോൾ വളരെ യൂസ്ഫുള്ളായിരിക്കും. കാരണം ഇത്തിരി എന്താ പറയുക ഒരു ഗെറ്റപ്പിൽ ഒരു സെറ്റപ്പിലൊക്കെ പോകുകയെന്ന് പറയുമല്ലോ, അതേ ഒരു രീതിയിൽ കുഞ്ഞു മക്കൾക്ക് എന്താ പറയുക പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് ഇപ്പോൾ പുറത്ത് പോയിട്ട് നമ്മളുടെ ഒറിജിനൽ
തിരഞ്ഞ് നമ്മൾ ബുദ്ധിമുട്ടേണ്ട ഒരു അവസരം നമുക്ക് വരുന്നില്ല ഇതുപോലെ ചെയ്തു വെച്ചാൽ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് നമ്മൾ മുടിയിലോട്ട് വെച്ചിട്ടുള്ളത് കാണുമ്പോഴാണ് നിങ്ങൾക്കിത് എത്രത്തോളം ഭംഗിയുണ്ടെന്നുള്ളത് മനസ്സിലാവുക കേട്ടോ. ഇപ്പോൾ നമ്മളിത് ഓരോന്ന് വെച്ചിട്ട് ഗ്രീൻ ടാപ്പ് വെച്ച് ചുറ്റിയെടുക്കുകയാണ് ചെയ്യണേ അല്ലേ. അതിന് പകരം ഒരു ട്രിക്കും കൂടി ഞാൻ ഈ ഒരു വീഡിയോസിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് എന്താണെന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഫുള്ളായിട്ട് വാച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങളും അതുപോലെ കാണിക്കുന്ന കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ട് നമ്മളെ വീഡിയോസ് കാണുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ഗിവ് അവേ, ഈ ഒരാഴ്ചത്തേക്കുള്ള ഗിവ് അവേ ഇന്നലത്തെ വീഡിയോ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്ന ദിവസത്തിൻ്റെ തലേ ദിവസമായിട്ട് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഫസ്റ്റിൽ എങ്ങനെയാണോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതേ ഒരു റൂൾ അനുസരിച്ചാണ് നമ്മൾ ഗിവ് അവേ സ്റ്റാർട്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എത്രത്തോളം നിങ്ങൾ കമൻറ്റ് ചെയ്തെന്നോ അത്രത്തോളം നിങ്ങൾക്ക് വിന്നറാവാൻ ചാൻസ് ഉണ്ട്. കാരണം എൻ്റെ മനസ്സിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടത്തോടെയുള്ള, എൻ്റെ മനസ്സിന് എനിക്ക് വായിച്ചാൽ ഇഷ്ടം തോന്നുന്ന ഒരു രീതിയിലുള്ള കമൻറ്റുകൾ ഉണ്ടാവുമല്ലോ. വെറുതെ സിമ്പിൾസ് ഒന്നും ഇട്ടിട്ട് നിങ്ങൾ മെനക്കെടണ്ട. അപ്പോൾ അങ്ങനത്തെ എന്താ പറയുക, എഴുതുന്ന ആളുകളുണ്ടല്ലോ അവർക്കതൊരു ബുദ്ധിമുട്ടായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇനി അങ്ങനെ ഒരു നറുക്കെടുപ്പ് വേണ്ടാന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഇനി സാധാരണ നമ്മൾ എങ്ങനെയാണോ ചെയ്തിട്ടുള്ളത് ഇനി അടുത്ത 4ാമത്തെ ആഴ്ചയിലോട്ടാണ് നമ്മൾ കിടക്കുന്നത് അല്ലേ, ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഈ 3 ആഴ്ചയിലും നമ്മൾ വിന്നറെ തിരഞ്ഞെടുത്ത് അവർക്കുള്ള ഗിഫ്റ്റ് കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് എല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് വീഡിയോസ് കാണുന്ന ആളുകളുണ്ടാവും, അവരും കൂടി മനസ്സിലാക്കുക. നമ്മളുടെ ചാനലിൽ എല്ലാ ആഴ്ചകളിലും ഗിവ് അവേ നടക്കുന്നുണ്ട്. ഓരോ ആഴ്ചയിലെ വീഡിയോസിൽ നിന്നും ഇഷ്ടപ്പെടുന്ന കമൻറ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ നോട്ട് ചെയ്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ നറുക്കെടുക്കുന്നത് കേട്ടോ. അതിൽ നിന്ന് നറുക്കെടുക്കുന്ന വിജയിക്ക് നമ്മൾ കൊടുക്കുന്നത് മെറ്റീരിയൽസാണ് കേട്ടോ. കാരണം ഒരുപാട് ആളുകളുണ്ട് വീട്ടിലിരുന്ന് ഇത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, പക്ഷെ എന്ത് ചെയ്യാനാ, അവരുടെ മടി കാരണം കൊണ്ട് അവരെ പിന്നോക്കം നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ വല്ല പ്രോത്സാഹനം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതൊരു എന്താ പറയുക, ഒരു മോട്ടിവേഷൻ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മെറ്റീരിയൽസ് വെച്ച് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. എങ്ങനെയായാലും നമ്മളുടെ വീടുകളിൽ ഒരു കുട്ടിയെങ്കിലും ഇല്ലാതെ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ആ ഒരു കുട്ടിക്കെങ്കിലും നമുക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന ഉറപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പുറത്തേക്ക് സെയിൽ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, കുറച്ച് ഭാഗം നമ്മൾ സ്പീഡാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ പറഞ്ഞ ട്രിക്ക് ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. കാരണം ഞാനിത് ഒരുപാട് ടൈം വെച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിലും ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിക്കാൻ നിൽക്കുന്നത് കേട്ടോ. ഞാൻ ഈ വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ആലോചന വന്നത് കേട്ടോ. കാരണം എന്തുകൊണ്ട് ഇത് രണ്ടും കൂടി ജോയിൻ്റ് ചെയ്തിട്ട് ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഒഴിവ് സമയത്ത് ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇതുപോലെ ഇപ്പം നിങ്ങൾ വീഡിയോസിൽ കാണുന്നുണ്ടല്ലോ ഞാൻ പിടിച്ചിട്ടുള്ളത്, ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും ആയിട്ട്. അപ്പോൾ അതാണല്ലോ നമ്മൾ നേരിട്ട് ആ ഒരു എന്താ പറയുക ഗിയർ വയറിലോട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിലും ഒന്നും കൂടി സെറ്റായി നിൽക്കാൻ നമുക്ക് നല്ലത് ഈ ഒരു മെത്തേഡാണെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. കാരണം അത് എന്ന് പറയുമ്പോൾ അത് ഇത്തിരി നമ്മൾ ചുറ്റുമ്പോൾ ചില ഭാഗം അഴിഞ്ഞു പോരുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് ആ ഒരു വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അത് നിങ്ങൾക്കില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് അത്രത്തോളം വീഡിയോസിൽ കാണിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു ഭാഗം കട്ടാക്കിയിട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യാം കേട്ടോ. ആദ്യം ജാസ്മിൻ ബഡ്സ് എടുത്തിട്ട് ഇതുപോലെ എത്രയാണോ നമുക്ക് ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് കുറച്ച് പീസുകൾ ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഒരു പെയറായിട്ട് ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ അതുപോലെ ഒരു പെയറായി ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ വെറുതെ ഒഴിഞ്ഞിരിക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ടാവില്ല, ആ ഒരു സമയത്തൊക്കെ ഇതുപോലെ ചെയ്യാം. എന്നിട്ട് പിന്നീട് നമ്മൾ എപ്പോഴാണോ ഒഴിവായിരിക്കുന്നത് ആ ഒരു ടൈമിൽ ബാക്കി കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, അത് നേരിട്ട് അതിലോട്ട് വെക്കുക. എന്നതിന് ശേഷം നമ്മളുടെ ഗ്രീൻ ടാപ്പ് വെച്ചിട്ട് നല്ലോണം വലിച്ച് മുറുക്കി വേണം നമ്മളത് ചുറ്റി കൊടുക്കാൻ. എല്ലാന്നുണ്ടെങ്കിൽ അത് ഒരു തല നമ്മൾ ചുറ്റുമ്പോൾ ഒരു തല ഊരി പോകും കേട്ടോ. കാരണം എനിക്ക് ആദ്യം അതിൻ്റെ ഒരു എന്താ പറയുക ടെക്നിക്ക് അത്രത്തോളം കണ്ട് എൻ്റെ തലയിലോട്ട് ഉദിച്ചില്ല എന്ന് പറയണം. ഞാൻ എന്താ പറയുക ഫോം ഫ്ലവർ വെച്ച് ചെയ്യുന്ന അതേ ഒരു സുഖത്തിലൊന്നല്ല ഇത് ചെയ്യാൻ കഴിയുക. അപ്പോൾ ഇതിന് ഈ ഒരു ടെക്നിക്ക് ഞാൻ കണ്ടെത്തിയത് കൊണ്ടാണ് എനിക്കിത് ഫാസ്റ്റായിട്ട് ചെയ്യാൻ കഴിയുന്നത് കേട്ടോ. കാരണം തൊട്ട് മുമ്പത്തെ നമ്മളുടെ ആ ഒരു വീഡിയോസിൽ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുല്ലപ്പൂവൊക്കെ ഇല്ലാത്തതിന് പകരം നമുക്ക് എന്താ പറയുക
തിരുവാതിരക്കൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇത് വെച്ചിട്ടല്ല, നമ്മൾ ആ ചെയ്ത വർക്കിൽ അത് തിരുവാതിരക്കൊക്കെ യൂസ് ചെയ്യാമെന്ന് അങ്ങനെ എന്തോ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ എന്താ പറയുക അങ്ങനെ ഒരു വീഡിയോസായിട്ട് നിങ്ങളിലേക്ക് എത്തണം എന്നുള്ളത്. കാരണം പ്രത്യേകിച്ച് ഓണാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മുമ്പായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ നിങ്ങൾ പരമാവധി എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ പരമാവധി നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് അതുപോലെ എന്താ പറയുക സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ വെച്ച് പരമാവധി നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഈ ഒരു വീഡിയോസ് എത്തിക്കാൻ കഴിയും അത്രത്തോളം നിങ്ങൾ ഒന്ന് എത്തിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു റിക്വസ്റ്റ് കേട്ടോ. കാരണം ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരിലേക്കും എത്തിക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ്, കാരണം എല്ലാവർക്കും ഈ ഒരു ഓണത്തിൻ്റെ ഒരു സമയത്ത് എന്താ പറയുക വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോൻ്റെ വർക്ക് എന്താണെന്നും എങ്ങനെയാണ് ഈ വർക്ക് ചെയ്യുന്നതെന്നും കറക്റ്റായിട്ട് മനസ്സിലായല്ലോ. ഇനി ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് മുടിയിലോട്ട് വെച്ചിട്ടുള്ളൊരു ഫൈനൽ റിസൾട്ട് നിങ്ങൾ കണ്ടില്ലേ. ഇത് നമ്മൾ ആ ഒരു വീഡിയോസിൽ കാണിച്ച പോലെ മുടി നേർത്തിയിട്ടിട്ടും നമുക്ക് ഇത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കംപ്ലീറ്റ് ആക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അപ്പോഴത്തിന് ചെറുത് കരഞ്ഞ് ആകെ അടിപിടി കച്ചറകളായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടാണത്. എത്രത്തോളം ഇഷ്ടമായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത്. ബൈ.